അവൻ ഒറിജിനലായിട്ട് ഷൂട്ടിംഗ് എന്താ ഇവിടെ ഒരു അടിച്ച് പൊളിച്ചിട്ട് 3 ദിവസം നീരുമായിട്ടിരുന്നു. അത് പറയണം, എല്ലാവരും അറിയട്ടെ. ഇത് നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാം. കേരളത്തിൽ നമ്മളെല്ലാം അറിയുന്ന ഒരു സംഭവത്തിന്റെ ഒരു ആവിഷ്കരണം. അഭിനയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ജാഫർ ഇടുക്കിയുടെ അഭിനയം മികച്ച അഭിനയമാണ്. ഇന്ദ്രൻസിന്റെ അഭിനയം, ഇവരെയൊക്കെ അഭിനയം കൊണ്ട് മികച്ചെന്ന് പറയാം. നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു മെസ്സേജാണ്. ഇത് കണ്ടു നോക്കുമ്പോഴേ കൂടുതലും അറിയത്തുള്ളൂ. സിനിമ അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്, ചെറിയ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സിനിമയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ, ജാഫർ ഇടുക്കി ചേട്ടൻ എല്ലാവരും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് പറയണം. താങ്ക് യു. എല്ലാവരും കണ്ടവരൊക്കെ നല്ല പടം എന്ന് പറയുന്ന പോലെ നിങ്ങളും കണ്ടവർ പറയുന്നുണ്ടല്ലോ നല്ല പടമാണ്. അപ്പം ഇതുപോലെയുള്ള നല്ല പടമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടല്ല അറിയുന്നത്. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക. നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാം. അതേ ഉള്ളൂ. അപ്പം ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നേ പറയുള്ളൂ. എല്ലാവരും നമ്മളിപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം ഇന്ന് നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത്. അതിനകത്ത് തെറ്റും കുറവും കുറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ പൈസ മുടക്കി, കണ്ടമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നും അല്ല ഇത്. നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞു പടമാണ്. പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീര എന്ന് പറഞ്ഞ കുട്ടി, ബേബി ആ കുട്ടി. പിന്നെ നമ്മുടെ മാമുക്കോയക്കയുടെ മോൻ നിസാറിനെയും ഇതിനകത്ത്, അൻസാറിനെ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. 2 പുതുമുഖങ്ങളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തും. ഒന്ന് ബേബി കാശ്മീര, പ്രൊഡ്യൂസറിന്റെ മോള്. അവൻ ഒറിജിനലായിട്ട് ഷൂട്ടിംഗ് എന്താ ഇവിടെ ഒരു അടിച്ച് പൊളിച്ചിട്ട് 3 ദിവസം നീരുമായിട്ടിരുന്നു. അത് പറയണം, എല്ലാവരും അറിയട്ടെ. ഇത് ഇദ്ദേഹത്തിന്റെ കൂടെ ലേഡി പോലീസ് എസ് ആയിട്ട് വന്ന അനിത ഇവിടെ ഈ രാറ്റുപേട്ട അല്ലോ. അങ്ങനെ നീണ്ട നില തന്നെ. നീ അങ്ങോട്ട് തിരിച്ചു വെക്കില്ല, നീ എന്റെ മാത്രം പിടിക്കില്ല. അപ്പൊ അങ്ങനെ എല്ലാ പടവും വിജയിപ്പിക്കുന്ന പോലെ നമ്മുടെ പടമൊന്നും എല്ലാവരും കാണാമെന്നേ ഉള്ളൂ. യൂത്തിൽ ആർട്ടിസ്റ്റുകളൊക്കെ പുറകിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിക്കാം. ഓക്കെ, ബൈ.